ഹലോ ഗൈസ്, കുറേ മുന്നേ ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നു. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. എന്തായാലും ഇനി പറഞ്ഞ് വൈകിക്കുന്നില്ല. കം ടു ദ പോയിന്റ്. വിസിറ്റ് വിസയിൽ യുഎയിൽ വന്നിട്ടുള്ളവരും നാട്ടിൽ നിന്ന് വരാനിരിക്കുന്നവരും കുറേ പേര് എൻ്റെ അടുത്ത് ഡൗട്ട്സും എൻക്വയറീസും ഒക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ. യുഎയിൽ വന്നിട്ട് എനിക്ക് എങ്ങനെയാണ് ജോലി കിട്ടിയത്, എന്തൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്, വാട്ട് ഈസ് മൈ കറണ്ട് ഡെസിഗ്നേഷൻ, ജോബ് ഹണ്ടിങ്ങിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരുമോ, അങ്ങനെയൊക്കെ. നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും കോൾസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് സിം എടുത്ത് ആ നമ്പർ CV-യിൽ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഇൻഡീഡ്, ലിങ്ക്ഡിൻ, നൗക്കരി ഗൾഫ്, ഗൾഫ് ടാലന്റ്, ഗ്ലാസ്ഡോർ ഇതിലൊക്കെയാണ് കേട്ടോ ഞാനും അപ്ലൈ ചെയ്തത്. പക്ഷേ ഇതിലെനിക്ക് കുറേ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇൻഡീഡാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് വിത്തിൻ 2 ഡേയ്സിന് എനിക്ക് കോൾസ് ഒക്കെ വരാൻ തുടങ്ങി. 1 മന്തിൽ നിന്ന് ഞാൻ ഒരു 7-8 ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു. ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഓഫീസിലൊക്കെ CV എടുത്തിട്ട് പോരും. അറ്റൻഡ് ചെയ്തതിൽ 2-3 ഓഫേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ നോക്കുന്ന ഫീൽഡ് അല്ലാത്തതുകൊണ്ട് സാലറി കുറവായതുകൊണ്ടും ഐ വെയിറ്റഡ് ഫോർ സംതിങ് ബെറ്റർ. ആൻഡ് താങ്ക് ഗോഡ് മൈ വെയിറ്റ് ഈസ് വർത്ത് ഫോർ ഇറ്റ്. നല്ലൊരു കമ്പനിയിൽ HR അസിസ്റ്റന്റ് ആയിട്ട് തന്നെ എനിക്ക് ജോലി കിട്ടി. ബാംഗ്ലൂരിൽ 2 ഇയേഴ്സ് HR ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് അതൊക്കെ പഠിക്കേണ്ടി വന്നു. ഇപ്പോൾ HR ഫീൽഡിലോട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക. അല്ലാതെ പോയിട്ട് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് നമ്മുടെ നാട്ടിലത്തെ എക്സ്പീരിയൻസ് ഒന്നും കൺസിഡർ ചെയ്യില്ല. നമുക്ക് ആ ഫീൽഡിൽ എത്ര നോളേജ് ഉണ്ടെന്നാണ് അവർ ചെക്ക് ചെയ്യുക. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ഫീൽഡ്, IT, ഡാറ്റ അനലിസ്റ്റ് ഇതിലൊക്കെ ജോബ് കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഏതൊരു ഫീൽഡിലേക്ക് നോക്കുവാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആഗ്രഹിക്കുന്ന ഫീൽഡിൽ കുറച്ച് JDs ഒക്കെ കളക്ട് ചെയ്ത് റെഫർ ചെയ്ത് അതിൽ ഒരുപോലെയുള്ള സ്കിൽസ് ഒക്കെ എടുത്ത് നിങ്ങളുടെ CV-യിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോവുക. റിക്രൂട്ടേഴ്സ് എല്ലാ CV ഒന്നും അരിച്ചു പിറകെ നോക്കില്ല. അവർ മെയിനായിട്ടുള്ള സ്കിൽസ് മാത്രമേ നോക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യം പറയാൻ മറന്നു. കൊട, സൺസ്ക്രീൻ, ലിപ് ബാം ഈ 3 നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തിട്ട് കൊണ്ടുവരിക. നല്ല യൂസ്ഫുൾ ആണ്. ചെയ്യുമ്പോൾ മോർണിംഗ് 8 to 12, 2 to 4 PM അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം. ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇൻഡീഡിൽ ഇതേ റിക്രൂട്ടേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ലാസ്റ്റ് അപ്ലൈ ചെയ്ത CV ആയിരിക്കും ഫസ്റ്റ് വന്ന് കിടക്കുക. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ സിസ്റ്റത്തിലുള്ള ഓപ്ഷനാണ്. പക്ഷേ ജോബ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ മെസ്സേജ് അയക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള ജോബ് സീക്കർ ആണെന്ന് അവർക്ക്. ഇതുപോലുള്ള ടിപ്സ് ഇനി വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. ബൈ.